കേരള ഗവൺമെൻറ് തീരുമാനിച്ചു അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് സോഫ്റ്റ്വെയർ എടുക്കേണ്ട, നമുക്കൊരു സോഫ്റ്റ്വെയർ ഇവിടെ ഡെവലപ്പ് ചെയ്യണം. അതിനൊന്നും നമ്മളെതിരല്ല, അത് നല്ല കാര്യമാണ്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി സ്വതന്ത്രമായ സോഫ്റ്റ്വെയർ ഇവിടെ തന്നെ നിർമ്മിക്കാം എന്നുള്ള നിലപാട് സ്വീകരിക്കുകയുണ്ടായി. എന്നാൽ നിരവധി തവണ അപേക്ഷ ക്ഷണിച്ചിട്ടും ഒരു കമ്പനി പോലും വന്നില്ല. അങ്ങനെ യോഗ്യതയിൽ ഇളവ് വരുത്തിയപ്പോഴാണ് ഏക ബിഡറായി ടാറ്റ കൺസൾട്ടൻസി വന്നത്. പുതിയ കേന്ദ്ര ഗവൺമെൻറ് നിയമം അനുസരിച്ച് ഏക ബിഡറാണെങ്കിലും അത് അംഗീകരിക്കാം എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എന്താണ് കേന്ദ്ര നിയമം? സംസ്ഥാന ഗവൺമെൻറ് നിരവധി കൂടിയാലോചനകൾ നടത്തി ശേഷമാണ് ടാറ്റ കൺസൾട്ടൻസിയെ എല്ലാ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും സോഫ്റ്റ്വെയർ നൽകാനുള്ള ഒരു തീരുമാനം എടുത്തത്. എടുക്കുക മാത്രമല്ല, സർക്കാർ ഇതിനു വേണ്ടിയിട്ടുള്ള സർക്കാർ ഉത്തരവും പുറപ്പെടുവിക്കുകയുണ്ടായി. അപ്പോൾ സർക്കാർ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി ഉത്തരവിറക്കിയ ശേഷം പിന്നീട് ഏക ബിഡർ എന്ന ന്യായത്തിൽ ഒഴിവാക്കിയെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ഇന്ന് തിരുവനന്തപുരത്തെ പത്രസമ്മേളനത്തിൽ ഇതിനാധാരമായ എല്ലാ രേഖകളും ഞാൻ പത്ര സുഹൃത്തുക്കൾക്ക് നൽകിയുണ്ടായി. അപ്പോൾ ഇത് ഒരു ഗുരുതരമായ തെറ്റായ ഒരു കാര്യമാണ്. ഇത് ക്യാൻസൽ. ഞാനിപ്പോൾ ടാറ്റ കൺസൾട്ടൻസിക്ക് വേണ്ടി പറയേണ്ട ഉത്തരവാദിത്വമൊന്നും എനിക്കില്ല, ഞാൻ ബാധ്യതയില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതിനകത്തെ ക്രമക്കേടുകളാണ്. ഈ പദ്ധതിയുടെ രണ്ടാമത്തെ ഘട്ടമാണ് അഴിമതിയിലേക്ക് വരുന്നത്. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളും അഴിമതിയും ഉണ്ടാകുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലാണ്. ടെൻഡർ രേഖപ്രകാരം ഈ പ്രോജക്റ്റ് സംസ്ഥാനത്തെ 1612 PACS സംഘങ്ങളുടെയും അവയുടെ ശാഖകളും ചേർത്ത് 4415 പ്രാഥമിക സഹകരണ സംഘങ്ങളിലാണ് സോഫ്റ്റ്വെയർ നടപ്പാക്കാൻ ഉദ്ദേശിച്ചത്. 280 ശാഖകൾക്ക് പൈലറ്റ് ഘട്ടം മാത്രമായിരുന്നു ആദ്യത്തെ ഉദ്ദേശം. അതിനുശേഷം സംസ്ഥാനത്തെ മുഴുവൻ സഹകരണ സംഘങ്ങളെയും ഈ സോഫ്റ്റ്വെയർ നടപ്പാക്കൽ കരാറിൻ്റെ ഭാഗമായി വരികയുണ്ടായി. കോർ ബാങ്കിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ, ട്രെയിനിങ്, മെയിൻ്റനൻസ്, ടെക്നിക്കൽ സപ്പോർട്ട് എന്നിവ 7 വർഷത്തോളം നൽകുന്ന ഒരു ടെൻഡറായിരുന്നു. എന്നാൽ പദ്ധതിയുടെ രണ്ടാം ബിഡിലും ശക്തമായ കള്ളക്കളികളാണ് പുറത്തു വന്നത്. ദിനേശ് BD സഹകരണ സംഘത്തെയാണ് കേരള സർക്കാർ രണ്ടാം ബിഡിങ്ങിൽ അവസാനം പ്രോജക്റ്റ് ചുമതല ഏൽപ്പിക്കുന്നത്. എന്നാൽ ദിനേശ് BD സഹകരണ സംഘം സമർപ്പിച്ചതിനേക്കാൾ 4/1 തുക മാത്രം കോട്ട് ചെയ്ത മറ്റൊരു കൺസോർഷ്യം, ആ കൺസോർഷ്യം മലബാർ ഇൻഫർമേഷൻ ടെക്നോളജി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അവരെ ഒഴിവാക്കിയിട്ടാണ് ദിനേശ് BD സഹകരണ സംഘത്തിന് ഇത് നൽകിയത്. തികച്ചും അവ്യക്തമായി സർക്കാർ വിളിച്ച ടെൻഡറിൽ അതുപോലെ തന്നെ വ്യക്തതയില്ലാത്ത ടെൻഡറാണ് ദിനേശ് BD സഹകരണ സംഘം സമർപ്പിച്ചത്. അപ്പോൾ ഈ കരാറ് ദിനേശ് BD സഹകരണ സംഘത്തിന് നൽകണമെന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് സഹകരണ വകുപ്പും മന്ത്രിയും ഗവൺമെൻറ്റും പ്രവർത്തിച്ചത്. 4415 പ്രാഥമിക ബാങ്ക് ശാഖകൾക്ക് സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചപ്പോൾ ദിനേശ് സഹകരണ സംഘം സമർപ്പിച്ചത് 250 ശാഖകളിൽ സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിന് 49.9 കോടി രൂപയുടെ ബിഡാണ്. അതേസമയം മലബാർ ഇൻഫർമേഷൻ ടെക്നോളജി മിറ്റ്കോ നൽകിയത് 4415 ശാഖകളിൽ സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിന് 231.7 കോടി രൂപയുടെ ബിഡ്. ഏതാണ്ട് ടാറ്റ കൺസൾട്ടൻസിയുമായി ഒത്തുനിൽക്കുന്ന ഒരു ബിഡാണ് ഈ മിറ്റ്കോ നൽകിയത്. സാങ്കേതിക പരിശോധനകളിൽ ഈ 2 ബിഡുകളും പാസ്സാവുകയും ഫൈനാൻഷ്യൽ ബിഡിങ്ങിൽ കുറഞ്ഞു കോട്ട് ചെയ്ത ദിനേശ് BD സഹകരണ സംഘത്തിന് ഇത് നൽകുകയും ചെയ്തു എന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ടെൻഡർ ക്ഷണിച്ചത് 280 ശാഖകൾക്കാണോ 4415 ശാഖകൾക്കാണോ എന്ന കമ്പനിയുടെ അന്വേഷണത്തിൽ കൃത്യമായി മറുപടി നൽകാതെ രജിസ്ട്രാറും മന്ത്രിയും
ഈ കാര്യത്തിൽ കള്ളക്കളി കളിക്കുകയായിരുന്നു. 250 ശാഖകൾക്കാണ് നൽകേണ്ടതെങ്കിൽ ആനുപാതികമായി കുറഞ്ഞ തുകയ്ക്ക് ചെയ്യാമെന്ന് മിറ്റ്കോ കത്ത് നൽകിയതാണ്. എന്നാൽ അത് പരിഗണിക്കാതെ CPM നിയന്ത്രണത്തിലുള്ള ദിനേശ് BD സഹകരണ സംഘത്തിന് കരാർ നൽകാൻ ഗവൺമെൻറ് മുൻകൂട്ടി തന്നെ തീരുമാനമെടുത്തു. അപ്പം നമ്മൾ കണക്ക് വെച്ച് നോക്കിയാൽ ദിനേശ് BD സഹകരണ സംഘത്തിന് സമർപ്പിച്ചിരിക്കുന്ന ബിഡ് അനുസരിച്ച് ഒരു ശാഖയിൽ സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിന് ചെലവ് 17.8 ലക്ഷം രൂപയാണ്. അതേസമയം മിറ്റ്കോ 4415 ശാഖയിൽ സ്ഥാപിക്കാൻ നൽകിയ ബിഡ് വെച്ച് നോക്കുമ്പോൾ 5.2 ലക്ഷം രൂപ മാത്രമാണ്. എന്ത് ഡിഫറൻസ് ആണ്? അപ്പോൾ ഈ ബിഡിനെ അട്ടിമറിച്ചാണ് 3 ഇരട്ടി ചെലവിൽ ദിനേശ് BD സഹകരണ സംഘത്തിന് കോൺട്രാക്റ്റ് നൽകാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നു. അപ്പം 280 ശാഖകളുള്ള പൈലറ്റ് ഘട്ടത്തിലുള്ള ചെലവിൽ കോട്ട് നൽകി. പിന്നീട് 1612 സംഘങ്ങളും 4415 ശാഖകളും ഉൾപ്പെടുന്ന മുഴുവൻ സംസ്ഥാനത്തെയും ഈ പ്രോജക്റ്റ് നടപ്പാക്കാനുള്ള അവകാശം നേടുന്ന രീതിയിൽ ടെൻഡർ പ്രക്രിയ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടും അഴിമതിയുമാണ്. ഏതാണ്ട് 700 കോടി രൂപയുടെ അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകി, ടെക്നിക്കൽ മൂല്യനിർണ്ണയത്തിലെ വിവാദങ്ങൾ, സാമ്പത്തിക ബിഡ് വിലയിരുത്തലിലെ അപാകതകൾ എന്നിവയെല്ലാം ചേർന്ന് ഈ ടെൻഡർ ദിനേശ് BD സഹകരണ സംഘത്തിന് വേണ്ടി മാത്രം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിത് കാണേണ്ട ഒരു കാര്യം, ഇത് സുതാര്യമായ ഒരിടപാടല്ല. സുതാര്യമായ ഒരു ഇടപാടല്ലാത്തത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ ഇത് തടഞ്ഞത്. ഇവരുടെ ലക്ഷ്യം ഇവർ ഇത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ അറിഞ്ഞിരുന്നില്ല. ഇത് പാസ്സാക്കിയെടുക്കാനുള്ള നടപടിയായിരുന്നു. പക്ഷേ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് പ്രത്യേക അനുമതി വാങ്ങി ഇത് കരാറിൽ ഒപ്പിടാനായിരുന്നു ലക്ഷ്യം. അപ്പോഴാണ് നമ്മൾ ഈ കാര്യം ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കത്ത് നൽകിയിട്ടുണ്ട്, ഇന്ന് നൽകുന്നതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇറങ്ങിയ നടപടിക്രമങ്ങൾ മുഴുവൻ തടയുകയുണ്ടായി. അപ്പം സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളെ 700 കോടി രൂപയിലധികം നഷ്ടം വരുന്ന തരത്തിലാണ് ഈ പദ്ധതി ഇപ്പോൾ നടപ്പാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആർക്ക് കൊടുക്കാനാണ്? ഊരാളുങ്കലിന് കൊടുത്ത പോലെ ദിനേശ് BD സഹകരണ സംഘത്തിന് ഇത് മുഴുവൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ സഹകരണ മേഖലയെ പരിപൂർണമായി CPMൻ്റെ നിയന്ത്രണത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ആസൂത്രണമായിരുന്നു ഇവിടെ നടന്നത്. ഇന്നലെ ഏതായാലും ബഹുമാനപ്പെട്ട കോടതി ഇത് തടഞ്ഞു. ഇനി മെയിൽ ഇതിൻ്റെ വാദം കേൾക്കാനായി വെച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ടെൻഡർ വ്യവസ്ഥകളിൽ വന്ന മാറ്റമാണ്. ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുക എന്ന് പറഞ്ഞ പോലെ ദിനേശ് BD സഹകരണ സംഘത്തിന് ഈ ടെൻഡർ കൊടുക്കാൻ വേണ്ടി യോഗ്യതകൾ ഇളവ് വരുത്തി, ടെൻഡർ നടപടി ഇളവുകൾ വരുത്തി. അതോടൊപ്പം തന്നെ ഫൈനാൻഷ്യൽ ബിഡിങ്ങിൽ തന്നെ തിരിമറികൾ ഉണ്ടാക്കി. ഇത്രയും ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ടവരും തീർച്ചയായും മന്ത്രി ഉൾപ്പെടെയുള്ളവർ, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശമില്ലാതെ ഇതൊന്നും നടക്കില്ലല്ലോ. മന്ത്രി വാസവൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം പ്രവർത്തിച്ചത്. പൊതുമുതൽ സംരക്ഷിക്കാനും സർക്കാർ ടെൻഡർ പ്രക്രിയ സുതാര്യമാക്കാനുമുള്ള ഉത്തരവാദിത്വം ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനുമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റാതെ മാർക്സിസ്റ്റ് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടുത്ത് നിൽക്കുന്ന ദിനേശ് BD സഹകരണ സംഘത്തിന് ഇത്രയും വലിയ ഭാരിച്ച തുക, അവർ കൺസോർഷ്യം ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്, ഭാരിച്ച തുക ലാഭം ഉണ്ടാക്കാൻ 700 കോടിയിലധികം രൂപ അവർക്ക് അനധികൃതമായി കിട്ടത്തക്ക നിലയിൽ ഇത് രൂപകൽപ്പന ചെയ്ത മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കേണ്ടി വരും. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇതേ സംബന്ധിച്ച് ഒരു അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.